Hello students, welcome to Easy Learning with Suvida. വേരുകൾ നഷ്ടപ്പെടുത്തുന്നവർ. എൻ.എ. നസീർ. പാഠസംഗ്രഹം. ഭൂമി ഓരോ വൃക്ഷത്തെയും തന്നിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്നത് നെഞ്ചോട് അണച്ചു പിടിക്കുന്നത് പോലെയാണ്. വേരുകൾ അറുത്തുവെട്ടി വീഴ്ത്തപ്പെടുന്ന മരം വീഴുന്നതിന് തൊട്ടുമുൻപ് ദയനീയമായി അവസാനമായി തനിക്ക് ചുറ്റുമുള്ളവരെയൊക്കെ ഒരു നോക്ക് കണ്ട് ആർത്തലച്ച് മണ്ണിലേക്ക് പതിക്കുന്നു. വേരുകളെ പുതഞ്ഞ് കറുത്ത മണ്ണ്, മണ്ണിന് മുകളിൽ പല അടരുകളായി മരിച്ച ഇലകൾ, ഇവയെല്ലാം തന്നെ മണ്ണിലലിഞ്ഞ് വേരുകൾ തേടി ചെല്ലുകയാണ്. വേരുകളിലൂടെ വീണ്ടും വൃക്ഷത്തിലെത്തി പുനർജനിക്കാൻ. വയനാട്ടിലെ കുറുവ ദ്വീപുകളിൽ മത്സരത്തോടെ പുഴയെ തേടി ചെല്ലുന്ന വേരുകളെ കാണാം. പുഴയുടെ ശക്തമായ ഒഴുക്കിനെ പ്രതിരോധിച്ച് ദ്വീപുകളെ ബലപ്പെടുത്തുന്ന വേരുകൾ. കാട് ചുറ്റി വരുന്ന പുഴയുടെ കഥകൾ വേരുകൾ വൃക്ഷങ്ങൾക്ക് കൈമാറുന്നുണ്ടാകാം. വലിയ ചീനി വൃക്ഷങ്ങൾ കാണുമ്പോൾ ചെമ്പൻ്റെയും കുമാരൻ്റെയും കൂടെ തേൻ നോക്കാൻ ഷോളയാർ കാടുകളിൽ അലഞ്ഞു തിരിഞ്ഞു നടന്നത് ഓർമ്മയിലുണരും. വേരുകൾക്കിടയിൽ കാട്ടുകൂവയിലകൾ വിരിച്ച് അവർ ഉറക്കര തയ്യാറാക്കുമായിരുന്നു. ഷോളയാറിൻ്റെ ഇരുണ്ട കാട്ടിടങ്ങളിൽ മഹാവൃക്ഷങ്ങൾ അനവധിയുണ്ട്. മിഴികൾ തുറന്നാൽ ഒരു വലിയ കുടക്കീഴിലാണെന്ന് മനസ്സിലാകും. ആ കിടപ്പിലാണ് വൃക്ഷത്തിൻ്റെ ഉയരം കണ്ണിൽ നിറയുന്നത്. ഓരോ വൃക്ഷവും വേരുകളിലൂടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്നത് ആസ്വദിക്കണമെങ്കിൽ നാം വേരുകൾക്കൊപ്പം ഭൂമിയോളം താഴണം. ഭൂമിക്ക് വേരുകളിലൂടെയാകാം ആകാശം തൊടാനാകുന്നത്. അനേകം ജന്തുജാലങ്ങൾക്ക് ജീവിക്കാനുള്ള ലോകം ഈ വേരുകൾ തീർക്കുന്നുണ്ടാകാം. കാട്ടുവൃക്ഷ വേരുകളെ തഴുകി ഒഴുകുന്ന അരുവികളിൽ മുങ്ങി ഉയരുമ്പോൾ കാടിൻ്റെ മുഴുവൻ ഊർജവും മനസ്സിലേക്കും ശരീരത്തിലേക്കും പ്രവഹിക്കുന്ന അനുഭവം. ജീവനില്ലാത്ത മിനറൽ വാട്ടർ കുടിക്കുന്നവർക്ക് ഇവയൊക്കെ നിഷിദ്ധമാണ്, അന്യമാണ്. പെരിയാർ കടുവാ സങ്കേതത്തിലെ വാച്ചർ കണ്ണപ്പനൊപ്പമാണ് പാൽക്കാച്ചി മല കയറിയത്. അതൊരു നിത്യഹരിത വനമാണ്. ഇറക്കം പ്രയാസമേറിയതായിരുന്നു. വേരുകളിൽ നിരങ്ങിയും തൂങ്ങിയും 2 കൈകൾ തികയാതെയായിരുന്നു ആ ഇറക്കം. വേരുകളിലൂടെയൊരു മടക്കം. വേരുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഔഷധമൂല്യം അറിയുന്ന മൂപ്പനായിരുന്നു അടിച്ചിൽ തൊട്ടി മുതുക്കുടിയിലെ കാണിക്കാരൻ അരുണാചലം. വേരുകളിലൂടെ ജീവിതം തിരിച്ചു പിടിക്കുന്ന മനുഷ്യൻ. എന്തിനും ഏതിനും ആ ആദിവാസിയുടെ കൈവശം വേരുകളെ ഉണ്ടായിരുന്നുള്ളൂ. മുതുവാന്മാർക്കിടയിൽ ആ ഔഷധ മഹിമ അരുണാചലത്തിന് മാത്രം സ്വന്തമായിരുന്നു. പാറയെ പിളർക്കാൻ തക്ക വീര്യമുള്ള വേരുകൾ ചിന്നാറിലെ മുൾക്കാടുകളിൽ ഉണ്ട്. ചിന്നാർ കാടുകളും മുതുമലക്കാടുകളും ഔഷധ സസ്യങ്ങൾ ഏറെയുള്ള മുൾക്കാടുകൾ നിറഞ്ഞ പ്രദേശമാണ്. കാട്ടിലെപ്പോഴും ചുറ്റിക്കറങ്ങുന്ന ഉടുമ്പുമാരിക്ക് വേരുകളുടെ മഹിമ തിരിച്ചറിയാം. ഒരു കാലത്ത് ധാരാളം കാവുകൾ ഉണ്ടായിരുന്നു. ഇന്ന് ബാക്കിയുള്ളത് വളരെ കുറച്ച് മാത്രം. നഗരമധ്യേ വിശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരു ഹരിത ഇടമാണ് പെരുമ്പാവൂരിലെ ഇരിങ്ങൽ കാവ്. അശ്രദ്ധമായും അലസമായും നാം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ മണ്ണിൻ്റെ ജൈവികതയെ എന്നേക്കുമായി നഷ്ടപ്പെടുത്തുന്നുവെന്നത് ഉൾക്കിടിലത്തോടെയേ കാണാനാവൂ. പൊഴിഞ്ഞു വീഴുന്ന ഒരില പോലും തൻ്റെ അവസാന കണിക വരെ മണ്ണിന് സമർപ്പിച്ചാണ് മറയുന്നത്. ഭൂമിയെ ഭദ്രമായി കെട്ടിവെച്ചിരിക്കുന്ന വേരുകളാണ് നാം അറുത്തുമാറ്റുന്നത്. സ്വന്തം വേരുകൾ അറുത്ത് പൈതൃകവും സംസ്കാരവും നഷ്ടപ്പെടുത്തി എല്ലാം വെട്ടിപ്പിടിക്കാൻ കുതിച്ചുപായുന്ന മനുഷ്യന് വേരുകളുടെ മഹത്വം തിരിച്ചറിയാൻ കഴിയുന്നതെങ്ങനെ? റോഡിനിരുവശവും ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചാൽ ചൂടിന് ആശ്വാസം ലഭിക്കും. ജലശോഷണം ഇല്ലാതാക്കാനും കഴിയും. കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ചരിഞ്ഞു കിടക്കുന്ന ഈ കൊച്ചു കേരളം അവശേഷിക്കുന്ന പച്ചപ്പിൻ്റെ വേരുകളുടെ ബലത്തിലാണ് നിലനിൽക്കുന്നത്. വേരുകൾ നഷ്ടപ്പെടുന്ന മണ്ണിന് തുടർച്ചയായ ഇടിച്ചിലുകളോടെ പ്രതികരിച്ചു കൊണ്ടിരിക്കാനേ കഴിയൂ. ആഗോളതാപനവും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ നമ്മുടെ യാത്ര വലിയ വിനാശത്തിലേക്കാണെന്ന തിരിച്ചറിവാണ് നൽകുന്നത്. വെട്ടിയകറ്റിയാലും പുതുനാമ്പുകളോടെ പുനർജനിക്കുന്ന കാട്ടാൽ വൃക്ഷമായി തന്നെ പുനർജന്മം വേണമെന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ട് ലേഖകൻ അവസാനിപ്പിക്കുന്നു.